ഹലോ, അസ്സലാമു അലൈക്കും. നമുക്ക് എത്ര മന്തി വേണമെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിത് 2 കിലോ മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമുക്ക് ഓവണോ ഗ്രില്ലോ അതേപോലെ കുഴിയോ ഒന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ തന്നെ 2 കിലോ മന്തിയിലേക്ക് 3 ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു ചിക്കൻ 4 പീസാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇടികല്ല് വെച്ചിട്ട് ഒന്ന് ഇടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇടികല്ല് വെച്ചിട്ടൊന്ന് ഇടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ 3 മാഗി ക്യൂബാണ് എടുത്തിട്ടുള്ളത്. 3 ചിക്കനിലേക്ക് 3 മാഗി ക്യൂബാണ്. 1.5 കിലോ ചിക്കൻ വരും കേട്ടോ ഒരു ചിക്കന്, ഒരു കോഴി. അപ്പോൾ നിങ്ങൾക്ക് എത്രയും വേണ്ടിച്ച് എടുക്കാം, പക്ഷെ 3 കോഴി എടുക്കണം എന്തായാലും. അതിൽ കുറച്ച് കുറഞ്ഞാലും 1.5 കുറച്ച് കുറഞ്ഞാലും കൂടിയാലും കുഴപ്പമില്ല ഒരു കോഴിക്ക് കേട്ടോ. അപ്പോൾ ഇതാ 3 മാഗി ക്യൂബ് അതിൽ 1-ൽ 2 പീസായിട്ടാണ് അത് മൊത്തത്തിൽ നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് 1 കിലോ മന്തിയുടെ അളവാണ് കേട്ടോ നമ്മളിത് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ കുരുമുളകാണ് എടുക്കുന്നത്. ഒരു ചെറിയ ബൗളിലേക്ക് എടുക്കുന്നുണ്ട്. 1.25 2 ടേബിൾ സ്പൂൺ കറക്റ്റ് ഇല്ല. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ എടുക്കുക. 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ഉണക്ക നാരങ്ങയാണ്, അത് ചെറുതാണ് കേട്ടോ. വലുതാണെങ്കിൽ ഒരു മുറി എടുത്താൽ മതി. ചെറുതായതുകൊണ്ട് 1 എടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ 2 ഗ്രാമ്പുമാണ് എടുത്തിട്ടുള്ളത്, കൂടുതൽ എടുക്കണില്ല. 2 ഗ്രാമ്പു ഇതാ ചെറിയ കഷ്ണം ഒരു പട്ടയും കൂടി. ഇതൊന്ന് നമുക്ക് നല്ലോണം ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ചൂടാക്കൊന്നും വേണ്ട, ഇതാ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതുകൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ ചതച്ചെടുത്തത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബിഗിനേഴ്സിന് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ ഈ അളവ് നോക്കിയിട്ട്. ഇപ്പോൾ ഇതാ നമ്മൾ മന്തി മസാല 50 ഗ്രാമാണ് മേടിച്ചിട്ടുള്ളത്. മന്തി മസാല പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് നമ്മൾ 50 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ചിക്കനല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഈ മന്തി മസാല 50 ഗ്രാം മൊത്തത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ചിക്കനാണ് വെച്ചാൽ 1.5 ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നമ്മൾ 3 ചിക്കൻ എടുത്തുകൊണ്ട് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തെടുക്കുമ്പോൾ നമ്മുടെ മാഗി ക്യൂബിൽ ഉപ്പുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്നാലും ആവശ്യത്തിന് ഉപ്പ് വേണം. നമ്മളിതൊന്ന് കൈ കൊണ്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഉപ്പൊന്ന് നാമച്ച് നോക്കിയിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ കൈകൊണ്ട് വലിയൊരു ബൗളിലാണ് വെച്ചാൽ വേഗത്തിൽ നമുക്ക് മിക്സാക്കി എടുക്കാൻ പറ്റും. ഞാനിതൊരു ചെറിയ പാത്രമായി പോയി. അപ്പം എന്തായാലും നമ്മളിത് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളിതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട്. നല്ലോണം തേച്ച് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും ആവണം നമ്മുടെ ഈ മസാലപ്പൊടികൾ. നാരങ്ങ ഇത് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നാരങ്ങ പിഴിഞ്ഞെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ ഇതിലേക്ക് ഒരു 2 നാരങ്ങ മൊത്തത്തിൽ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. നല്ല വലിയ 2 നാരങ്ങയാണ്, നല്ല ചാറുള്ള നാരങ്ങ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ 2 പിഴിഞ്ഞെടുത്തിട്ട് ഒന്നുകൂടി മിക്സാക്കി എടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും. ഇപ്പോൾ ഇതാ നാരങ്ങയും കൂടി നമ്മൾ നല്ലോണം എല്ലാ ഭാഗത്തും തേച്ച് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 2 കിലോ അരിക്ക് 400 ml സൺഫ്ലവർ ഓയിലാണ് വേണ്ടത്. അതിൻ്റെ 1/4 ഭാഗം നമ്മൾ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 400 ഗ്രാമാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ 1/4 ഭാഗം നമ്മൾ ഇപ്പോൾ ഇതാ ഇതിൽ ഈ ചിക്കനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമ്മളിത് കുറഞ്ഞത് 5 മണിക്കൂർ വെക്കണം. ഞാനിത് തലേ ദിവസമാണ് ചെയ്തെടുക്കുന്നത്. തലേ ദിവസം ചെയ്തെടുത്തോണ്ട് ഇത് നമ്മൾ ഫ്രീസറിൽ വെച്ച് കൊടുക്കുകയാണ് പിറ്റേ ദിവസം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മളിത് പാകത്തിൽ ഒരു പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട്. ഈ പാനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീസറിൽ കൊള്ളില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഇഡ്ഡലി ചമ്പിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇതിൽ ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആക്കിയെടുക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ തേച്ച് വെക്കുമ്പോൾ മസാല നന്നായി പിടിച്ച് കിട്ടും. നല്ല ടേസ്റ്റിയാണ് ചിക്കൻ കഴിക്കാൻ. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ മസാലയൊക്കെ തേച്ച് കൊടുത്ത് ഇത് ഫ്രീസറിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ 1/2 മണിക്കൂർ മുമ്പ് എടുത്ത് ഇത് പുറത്തേക്ക് വെക്കണം. അപ്പോൾ ഇതാ നമ്മൾ 1/2 മണിക്കൂർ പുറത്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തണുപ്പൊക്കെ വിട്ടിട്ടുണ്ട്, കണ്ടല്ലോ. തണുപ്പൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ 2 ക്യാപ്സിക്കാണ് കേട്ടോ എടുക്കുന്നത്.
അപ്പോൾ ഇതാ 2 ക്യാപ്സിക്കം, ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. പുതിനയില വേണ്ട, വെറും മല്ലിയില മാത്രമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി ഭാഗം ഞാൻ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വലിയ കുക്കർ ഉണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ 2 പാർട്ടായിട്ടാണ് കുക്കറിൽ വിസിലടിപ്പിച്ചെടുക്കുന്നത്. ഇതിൻ്റെ കുക്കറിൽ ഇത് മൊത്തത്തിൽ കൊള്ളൂല, 3 ചിക്കന് കൊള്ളൂല, 2 ചിക്കൻ വരെയൊക്കെ കൊള്ളും. അതുകൊണ്ട് ഞാൻ പകുതി ആയിട്ടാണ് വിസിലടിപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ, 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഈ ചിക്കന് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുക്കുക. നമ്മളിത് പകുതി ഭാഗമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഈ മല്ലിയില ഇതും ഒക്കെ ഇതിൽ പെട്ടോട്ടെ. അപ്പോൾ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അതിൻ്റെ ഫ്ലേവറൊക്കെ നമ്മളെ ക്യാപ്സിക്കത്തിൻ്റെ മല്ലിയിലയുടെയും ഒക്കെ ഫ്ലേവർ ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് നമ്മളിതിലൊന്ന് തേച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ നമ്മളിതിലേക്ക് പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കുക്കറിലേക്ക്. പകുതി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഇതൊന്ന് മാറ്റണം കേട്ടോ. ഇഡ്ഡലി ചെമ്പെന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ അടിയിൽ നമ്മൾ ഇതിൻ്റെ എണ്ണയും മസാലയൊക്കെ ഊറി വന്നിട്ടുണ്ടാകും. അതൊന്ന് പകുതി ഭാഗം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് വേറെ പാത്രത്തിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പകുതി മല്ലിയിലയും നമ്മുടെ പുതിനയില അതിൻ്റെ ക്യാപ്സിക്കത്തിൻ്റെ ഇട്ട് കൊടുത്തിട്ട് കണ്ടോ ഇതുപോലെ ഊറി വന്നിട്ടുണ്ടാകും. നമ്മൾ ഓയിലും ഇതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി ഭാഗം ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് ഒരൊറ്റ വിസിൽ അടുപ്പിച്ചെടുക്കണം കേട്ടോ. ഒരേ ഒരു വിസിൽ മാത്രം അടുപ്പിച്ചെടുത്താൽ മതി. ഒരു വിസിൽ അടിച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി എയർ പോയതിന് ശേഷം നമുക്കിത് തുറന്നെടുക്കാം. ഇനി നമുക്ക് അരി കുതിർത്താനായിട്ട് ഇടാം. അപ്പോൾ ഇതാ നമ്മൾ മന്തി റൈസാണ്, 2 കിലോ മന്തി റൈസ് എടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മന്തി റൈസ് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് മന്തി റൈസ് വേണ്ടാന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് എടുക്കാം. പക്ഷേ മന്തി റൈസാണ് കേട്ടോ രസം ഉണ്ടാവുക. അപ്പോൾ അതാ നമ്മൾ മന്തി റൈസ് പുഴുങ്ങല്ലരിയുടെ കളറിലുള്ള പുഴുങ്ങല്ലരി തന്നെയാണ് മന്തി റൈസ് ഇതാ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് അരമണിക്കൂറോളം കുതിരാനായിട്ട് വെക്കാം. അപ്പോൾ ഇതാ നമ്മളത് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 1/4 വേവ്, നല്ല വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല, എന്നാൽ നല്ല സോഫ്റ്റായിട്ടും വന്നിട്ടുണ്ട്. ഒരൊറ്റ വിസിലേ അടുപ്പിച്ചെടുക്കാൻ പാടുള്ളൂ. ഇനി ഇതിൽ മല്ലിയിലയും നമ്മളെ ക്യാപ്സിക്കത്തിൻ്റെയും നമുക്കിതൊന്ന് നീക്കിയെടുക്കണം കേട്ടോ. അതുപോലെ ഒന്ന് മാറ്റിയെടുക്കണം, ഇതിൻ്റെ മേലെ ഒട്ടിപ്പിടിച്ചത്. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ മാത്രമായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടല്ല, ഇതുപോലെ ഒന്ന് മാറ്റിയെടുത്തിട്ട് വേണം കേട്ടോ നമ്മുടെ ചിക്കന് ഇതിന്ന് എടുക്കാൻ. അപ്പോൾ ഇനി നമുക്ക് എല്ലാ ചിക്കനും ഇതുപോലെ മാറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ചിക്കനിൽ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ ചിക്കനിൽ ഉണ്ടായിരുന്ന വെള്ളം അതിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ തന്നെ ഒരു വിസിൽ അടുപ്പിച്ചെടുക്കണം. അപ്പോൾ അതാ നമ്മൾ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മൾ ചിക്കൻ്റെ സോസൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള ചിക്കന് കൂടി ഇട്ടിട്ട് ഒരു വിസിലടുപ്പിച്ച് എയർ പോയിട്ട് എടുക്കാം. അപ്പോൾ ഇതൊന്ന് വിസിലടിച്ച് വരുമ്പോഴേക്കും നമുക്ക് അതിൽ ഒന്ന് മസാല തേച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ചിക്കനിൽ ഒരു മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇത് നമുക്കൊന്ന് വിസിലടുപ്പിക്കാനായിട്ട് മാറ്റി വെക്കാം. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/4 ഭാഗത്തോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു 3 ടേബിൾ സ്പൂണോളം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് 1.25 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ്, ഞാൻ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കില്ല. നമ്മുടെ ചിക്കന് കുറച്ച് എരിവോട് കൂടിയാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഞാനിത് 1.5 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നീര് കൂടി ഞാനിതിലേക്ക് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കാശ്മീരി മുളക് പൊടിയാണ് വെച്ചാൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു മിക്സ് കൊണ്ട് നമുക്ക് നല്ല കളറും കിട്ടും, നമ്മുടെ ചിക്കന് നല്ല ടേസ്റ്റും കിട്ടും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്തിട്ട് ഇത് കുറുക്കുണ്ടെങ്കിൽ കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് ലൂസിലാണ് നമുക്കിത് വേണ്ടത്. നമുക്കിതിൻ്റെ
എല്ലാ ചിക്കനിലും നമുക്ക് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കുറച്ച് ടൈറ്റിലാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനിൽ ഇത് തേച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടണ അതേ ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതാ നമ്മളിതാ എടുത്തിട്ടുണ്ട്, ഒരു പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്ന പോലെ നമുക്കിത് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തും 2 പുറവും നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഫുഡ് കളർ ഓപ്ഷനിലാണ് കേട്ടോ, വേണമെന്നില്ല. നിങ്ങൾക്ക് കശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. കശ്മീരി മുളക് പൊടി ആകുമ്പോൾ എരിവ് ഉണ്ടാവില്ല. ഞാനിത് എരിവോട് കൂടി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ സാദാ മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് 2 പുറം ഇതുപോലെ തേച്ച് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കന് മൊത്തത്തിൽ നമ്മൾ തേച്ച് കൊടുത്ത് റെഡിയാക്കി എടുക്കുമ്പോഴേക്കും നമ്മൾ മറ്റേ ചിക്കന് കുക്കറിൽ വെച്ചിട്ടുള്ളത് വിസിലായി വരും. അപ്പോൾ അതും നമുക്ക് ഇതുപോലെ തന്നെ ബാക്കി ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ആക്കി എടുക്കുമ്പോൾ നമുക്ക് ചിക്കന് നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമുക്ക് നല്ല കളറും കിട്ടും. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിക്കണ അതേ രുചിയിൽ കിട്ടും. നല്ല ജ്യൂസി ആയിരിക്കും. നമ്മൾ കുക്കറിൽ ഇതുപോലെ ഒരു വിസിലടുപ്പിച്ചിട്ടാണ് നമ്മൾ ചിക്കൻ എടുക്കുന്നുണ്ടെങ്കിൽ നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കും കേട്ടോ നമ്മുടെ ചിക്കന്. അപ്പം ഇതുപോലെ ഞാൻ എല്ലാതും തേച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മളിതൊക്കെ തേച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ആദ്യത്തെ ട്രിപ്പ് ചിക്കൻ നമ്മൾ ഇതുപോലെ തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഞാൻ ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അധികം ഓയിൽ ഒഴിച്ച് കൊടുക്കണില്ല. ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഫ്ലെയിം മീഡിയത്തിലിടുക. എന്നിട്ട് നല്ലോണം ചൂടാവണം കേട്ടോ. നമ്മൾ ഇരുമ്പിൻ്റെ നല്ല ചട്ടി അടച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഓരോന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ ഇടികല്ല് കൊണ്ട് ഇടിച്ചെടുത്തത് കൊണ്ട് എല്ലാ ഭാഗവും ഫ്രൈ ആയി കിട്ടും. അങ്ങനെ നല്ല പരന്ന് കിട്ടിയത് കൊണ്ട് നമ്മൾ എല്ലൊക്കെ ഒന്ന് ചെറുതായിട്ട് കുത്തിയെടുത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പം ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ മസാലയിലൊക്കെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടാണ് മസാല ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ തന്നെ മതിയാവും. എന്നിട്ട് നമുക്കിതാ ഒരു പുറം ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 പുറം ഇതുപോലെ നല്ലോണം ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ഈ മസാല ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഗ്രില്ലോ കുഴിയോ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്കിവിടെ ചിക്കൻ റെഡിയായി കിട്ടും. കണ്ടല്ലോ, ഫ്ലെയിം മീഡിയത്തിലാണ് കേട്ടോ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ 2ാമത്തെ ട്രിപ്പും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ട ചിക്കനിൽ നല്ല സോസ് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇതിന് നമ്മൾ ചോറുണ്ടാക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ചിക്കനൊക്കെ നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. 2 പുറം നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ എടുത്തിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കൂടുതൽ നേരം ഒന്നും വെച്ചെടുക്കണ്ട. നമ്മുടെ ചിക്കന് കുക്കറിലിട്ടിട്ട് നമ്മൾ വേവിച്ചെടുത്തതാണ്. എന്നാൽ 2 പുറം ഒന്ന് ഇതുപോലെ ഒന്ന് ചേഞ്ചായി വരുവോളം വെച്ച് കൊടുത്താൽ മതി. കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ മൊത്തത്തിൽ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 2 കിലോ അരി വെക്കുന്ന ചെമ്പാണ്. ഇതിലൊരു 1/4 ഭാഗത്തോളം നമ്മൾ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 3 ഉണക്ക നാരങ്ങ, 2 ബേ ലീഫ്, ഒരു 4-5 ഗ്രാമ്പു, ഒരു 3 ഏലക്ക, പിന്നെ ഇതാ ഒരു ചെറിയ കഷ്ണം പട്ട ഇതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലും, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വെള്ളത്തിൽ നിന്നും
ഒന്ന് ഒരു വെള്ളത്തിൽ ഉപ്പ് അധികമുള്ള പോലെ ഒന്ന് മുന്തി നിൽക്കുന്ന തരത്തിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് നാമച്ച് നോക്കിയിട്ട് എന്നിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കുക. അപ്പോൾ ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരി കഴുകി കുതിർത്തിയെടുത്തത് നമ്മൾ വെള്ളമൊക്കെ വാർത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 2 കിലോ അരി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് വെള്ളത്തോടെയാണ് വേവിച്ചെടുക്കുന്നത്, എന്നിട്ട് ഊറ്റിയെടുക്കാനാണ് കേട്ടോ. അതിനാണ് നമ്മൾ 3/4 പാത്രം വെള്ളവും വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ലോണം കുക്കായി പോകണ്ട, എന്നാൽ ഒരു 3/4-ലും ഏറെ കുക്കായിരിക്കണം. നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് വെന്ത പോലെ, നമ്മളിങ്ങനെ കൈകൊണ്ട് പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് അരി വെന്ത പോലെ ആയിരിക്കണം. ഇതുപോലെ കണ്ടല്ലോ, ഇതുപോലെ വെന്തിട്ടുണ്ട് നമ്മൾ അരി. ഇനി നമുക്ക് ഇതൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് വെള്ളം ഊറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ കൊട്ടക്കൈയിലോ അരിപ്പയോ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് വെള്ളം മൊത്തത്തിൽ വാർത്തെടുക്കാം. അപ്പോൾ മൊത്തത്തിലും അരി നമ്മൾ ഇതുപോലെ വാർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറുനാരങ്ങയുടെ ഇതൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ, ഇതിൽ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ ഇതാ നമ്മൾ മൊത്തത്തിൽ മാറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പാനിനെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിൽ വിസിലടിപ്പിച്ചെടുത്ത സോസ് നമ്മൾ ഇതിലേക്ക് അടിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സോസ് മൊത്തത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ 2 പാർട്ടായിട്ട് വേവിച്ചെടുത്ത ഇതാണ് കേട്ടോ. ഇനി പകുതി അരി ചോറ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3/4 വേവാണ്, 3/4-ന് കുറച്ച് കൂടുതൽ വേവായിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് നമ്മുടെ ചിക്കനിൽ മസാല തേക്കാൻ എടുത്ത പ്ലേറ്റാണ്. അപ്പോൾ അതിൽ കുറച്ച് ഫുഡ് കളറും മസാലയും ഒക്കെ ഉണ്ട്. അതിൽ ഞാൻ കുറച്ച് ചോറിട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇടയിലിടയിൽ നമുക്കൊരു ചുവപ്പ് കളർ അരിയൊക്കെ കിട്ടുമല്ലോ, അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അത് നമ്മൾ ചോറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ചോറ് കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ബാക്കിയുള്ള മൊത്തത്തിലുള്ള ചോറ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ പച്ചമുളക് ഇതുപോലെ കുത്തിയെടുക്കുന്നുണ്ട്. 5-6 പച്ചമുളക് നമുക്കിതുപോലെ കുത്തിയെടുക്കാം. എന്നിട്ട് നമ്മൾ ചിക്കൻ വറുത്തെടുത്ത് ചിക്കൻ മൊത്തത്തിൽ ഇതിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ വെച്ചെടുക്കാം. നടുവിൽ ചെറിയൊരു ഹോൾസ് വേണം കേട്ടോ, നമുക്കിത് പുകച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മൾ മൊത്തത്തിൽ ചിക്കൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ചിക്കനും വെച്ച് കൊടുക്കാം കേട്ടോ. അതിലുള്ള എണ്ണ ആണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കനും കൂടി ഇതിലേക്ക് ആയപ്പോൾ പാന് കുറച്ച് വലുപ്പം കുറവുണ്ട്, എന്നാലും ഞാനിത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതാ ഇതുപോലെ ഒരു ചിരട്ടപ്പൊട്ട് അപ്പുറത്ത് അടുപ്പിൽ ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ബൗള് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ എപ്പോഴും മന്തി ഉണ്ടാക്കാൻ വെച്ച് കൊടുക്കുന്നതായതുകൊണ്ട് അതൊന്ന് കറുത്ത് പോയിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കാത്ത പാന് വേണം, ചെറിയ പാത്രം വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ, പിന്നെ അത് പറ്റില്ല, കറുത്ത് പോകും. എന്നിട്ട് നമ്മൾ ഇതുപോലെ ചിരട്ടപ്പൊട്ട് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലോണം അമർത്തി അടച്ചെടുക്കുക. ഇത് അമർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ അടിയിലൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെയാണ് ഇത് വെച്ച് കൊടുക്കുന്നത്, നമ്മളെ ചെമ്പ്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നല്ല കനമുള്ള ഒരു പാത്രം ഇതിൽ വെച്ച് കൊടുക്കുക. ഞാൻ കുടുക്കയിൽ വെള്ളം നിറച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റും പിന്നെ ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷമാണ് കേട്ടോ ഇത് എടുക്കുന്നത്. ഇപ്പോൾ ഇതാ മൊത്തത്തിൽ നമ്മൾ ചിക്കനൊക്കെ ഇതിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ്. നമ്മൾ പച്ചമുളകൊക്കെ അതിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നും മേടിച്ച് കഴിക്കുന്നതിനെക്കാട്ടും നല്ല രുചികരമായിട്ട് മന്തി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ അടിയിലാണ് മസാല ഉള്ളത്, ആ മസാല എല്ലാ ഭാഗത്തും ആവോളം നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ മന്തി ഉണ്ടാക്കിയെടുക്കുമ്പോൾ അരി ഒരിക്കലും പൊട്ടിപ്പോവില്ല, നമ്മൾ വേവ് ഏറിപ്പോവില്ല കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.